നിങ്ങൾ കണ്ടിരുന്നല്ലോ? കണ്ടു. സെൻസറിന്റെ കേസ് വന്നപ്പോൾ ഉണ്ടായിരുന്നല്ലോ എന്തൊക്കെ കട്ട് ചെയ്യാൻ പറഞ്ഞു. ഇത് എല്ലാത്തരം പ്രേക്ഷകരെ ഏറ്റെടുക്കുന്ന ഒരു സംഭവമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, അത് സിനിമ കണ്ടാലേ വല്ലേ മനസ്സിലാവുള്ളൂ. അപ്പം ഞാനത് പറഞ്ഞാലും കാര്യമില്ലല്ലോ. എൻ്റെ സിനിമയെ നല്ല രീതിയിലല്ലേ വിലയിരുത്തുള്ളൂ. ജനങ്ങൾ കണ്ടാണ് വിലയിരുത്തേണ്ടത്, അവരുടെ അഭിപ്രായമാണ്. എനിക്കാണ് കണ്ട ആൾക്കാരെ പറയേണ്ടത്, ഞാനല്ല പറയുന്നത്. ഇപ്പോൾ കണ്ട പ്രേക്ഷകരെല്ലാം ഹാപ്പിയാണ് എന്ന് തോന്നുന്നത്. ഞാനും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ഇവരൊക്കെ ഇപ്പൊ കണ്ടിട്ട് ഇറങ്ങിയുള്ളൂ. നല്ലൊരു ബ്രോ അവിടെ നിന്നിട്ട് സംസാരിച്ചോളൂ, എന്നാലും നമുക്ക് എന്തെങ്കിലും എന്തായാലും ഹാപ്പി അല്ലേ? ഫസ്റ്റ് ടൈമിൽ പടം കാണുമ്പോൾ ഇറങ്ങിപ്പോകാൻ തോന്നി. സത്യം പറഞ്ഞു, ഫസ്റ്റ് ടൈമിൽ ഇറങ്ങിപ്പോകാൻ തോന്നി. രണ്ടാമത് നന്നായി അടിപൊളി ആർക്കെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതന്നെ നമ്മൾ ഉദ്ദേശിച്ചിട്ട് സ്റ്റാർട്ടിങ്ങിൽ എന്താ പറയുക ഒരു ഫീലിംഗ് കിട്ടിയില്ല. മനസ്സിലായി. സെക്കൻഡ് അടിപൊളി. ഹാല് കണ്ടു. ഹാല് ഷെയ്ൻ നിഗത്തിൻ്റെ ഗംഭീരമായ പെർഫോമൻസ് ഉള്ള ഒരു സിനിമയാണ്. അത് മ്യൂസിക്കലി ഡാൻസ് വൈസ് എല്ലാം ഷെയ്ൻ്റെ പൊട്ടൻഷ്യൽ പരമാവധി യൂസ് ചെയ്യുന്ന സിനിമയാണ്. പിന്നെ ഈ സിനിമയ്ക്കകത്ത് നല്ലൊരു മെസ്സേജ് ഉണ്ട്. അത് നമ്മൾ മുൻപ് പല സിനിമകളിലും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്താണ് കോർട്ടിൽ ഇത് പോയിട്ട് നിരോധിക്കണം എന്ന് വരെ ആവശ്യം ഉന്നയിക്കത്തക്ക രീതിയിൽ ഈ ഇഷ്യൂ വളരെ ഡയറക്റ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ സമകാലീന സമൂഹത്തിൽ എന്തൊക്കെയാണ് രണ്ട് ഇൻ്റർകാസ്റ്റ് വേറെ റിലീജിയനുള്ളവർ തമ്മിൽ പ്രണയിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളും അത് വലിയൊരു തലത്തിലേക്ക് ഇതിൽ ഉയർത്തുന്ന രീതികളൊക്കെ നമ്മൾ നിത്യേന ന്യൂസിലും അതിലൊക്കെ കാണുന്നുണ്ട്. ഒരു വശത്ത് അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ചെറിയൊരു ശതമാനം മാത്രമാണെന്നും പ്രണയത്തിനങ്ങനെ കണ്ടില്ല മുട്ടില്ല എന്ന് പറയുന്ന പോലെ ജാതി മതങ്ങളൊന്നും തടസ്സമാവേണ്ട എന്നുള്ള ഒരു മെസ്സേജാണ് ഈ സിനിമ കൊടുക്കുന്നത്. കാരണം നമുക്ക് ഭരണഘടന ഉറപ്പ് വരുന്നുണ്ട്, നമ്മൾ ഇഷ്ടപ്പെട്ട പ്രായപൂർത്തിയായ രണ്ടുപേർക്ക് ജാതിയോ മതമോ ഒന്നും വ്യത്യാസം ഒന്നും നോക്കാതെ തന്നെ വിവാഹം കഴിക്കാനും ജീവിക്കാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതായത് വ്യക്തിഗത താല്പര്യങ്ങൾക്കോ മതങ്ങളുടെ സങ്കുചിത താല്പര്യങ്ങൾക്കോ ഇതിൽ യാതൊരു റോളുമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. അപ്പോൾ ഈ സിനിമ കാണാൻ പോയപ്പോഴാണ് ഇതിൻ്റെ ഡയറക്ടറായിട്ട് എല്ലാവരുമായിട്ട് സംസാരിച്ചു. അവർ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നിട്ടാണ് ഈ സിനിമ തിയേറ്ററിൽ എത്തിച്ചിരിക്കുന്നത്. കാരണം 20ഓളം സീനുകളിൽ ഇത് വെട്ടി നീക്കണമെന്ന് ആവശ്യപ്പെടുകയും അതിൽ പക്ഷേ ഹൈക്കോടതി വളരെ അനുതാപപൂർണ്ണമായ അങ്ങനെ അവർ കണ്ടു നോക്കിയിട്ട് ആക്ച്വലി അവർ പറഞ്ഞത് ഈ പടത്തിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞ് പിന്നെ വിവേദമായേക്കാവുന്ന ചില പ്രയോഗങ്ങൾ മ്യൂട്ട് ചെയ്തു എന്നല്ലാതെ ഇത് എല്ലാത്തരം മതസങ്കുചിതവാദങ്ങൾക്ക് എതിരെയുള്ള ഒരു സിനിമയാണ്. എതിരെ മീൻസ് അത് വളരെ ട്രോൾ എന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. കാരണം യഥാർത്ഥ മതനിരപേക്ഷ സമൂഹം ഇവരെ ഒരു ട്രോൾ മെറ്റീരിയലായിട്ട് കാണുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കണം. അവർ വിചാരിക്കുന്നത് അവരെന്തോ ഭയങ്കര മാസാണെന്നാണ്. പക്ഷേ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇതിനെയൊക്കെ ഇപ്പോഴത്തെ ജനറേഷൻ പ്രത്യേകിച്ച് ഇത് അവജ്ഞയോടെ തള്ളിക്കളയുകയാണ്. അതാണ് ഈ സിനിമയ്ക്ക് കിട്ടുന്ന റിസപ്ഷൻ. കൂടുതലും ഞാൻ കണ്ട തിയേറ്ററിൽ യൂത്തായിരുന്നു ഉണ്ടായിരുന്നത്. അവർ ഈ ഒരു മെസ്സേജിനെ ഗംഭീരമായി ഏറ്റെടുക്കുന്നതിൽ തിയേറ്ററിൽ സിനിമ ആഘോഷിക്കപ്പെടുന്നുണ്ട്. പിന്നെ ഇത്തരം വിവാദങ്ങൾ മാറ്റി വെച്ചാൽ തന്നെ വളരെ നല്ലൊരു എൻ്റർടൈനറാണ് സിനിമ. 2 മണിക്കൂറിനടുത്ത് മാത്രമേ ഇതിന് റൺ ടൈമുള്ളൂ. അതിൽ യാതൊരു മടുപ്പും നമ്മൾ തോന്നാത്ത രീതിയിൽ പടം നല്ല ആ ഒരു പേസിൽ പോയിട്ട് മ്യൂസിക്കലി വിഷ്വലി നല്ലൊരു ട്രീറ്റ് ആയിട്ടാണ് സിനിമ വന്നിരിക്കുന്നത്. അപ്പോൾ ഷെയ്ൻ നിഗത്തിൻ്റെ ഈ ഒരു ചേഞ്ചിന് ശേഷം നമുക്ക് ഈ അടുത്ത കാലത്തായിട്ട് വരുന്ന സിനിമകൾ ഇപ്പോൾ ബൾട്ടി ആണെങ്കിൽ അദ്ദേഹം ഫിസിക്കലി വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഇമോഷണലിയും പെർഫോമൻസ് വൈസും ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യുവനടന്മാരിൽ ഉയർന്നു വരുന്ന ഷെയ്ൻ നിഗം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഈ സിനിമ നിങ്ങൾ കാണുക, നിങ്ങളുടെ പ്രണയിനിയുടെ കൂടെ കാണുക, നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ കാണുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ലൊരു മ്യൂസിക്കൽ ലവ് സ്റ്റോറി വിത്ത് എ ഗുഡ് മെസ്സേജ്. അതാണ് ഹാൽ എന്ന സിനിമ.